ഹായ് ഗൈസ്, ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി റിപ്പോർട്ട് ചെയ്ത് വരിക. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശ് ആർമി ചീഫ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യനെ അനുകൂലിച്ചും ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മുഹമ്മദ് യൂനസിന് ഒരു ചെറിയ പണി കൊടുക്കുന്ന രീതിയിലാണ് പോകുന്നത്. പലരും പറയുന്നത് ആർമി ചീഫ് ഷെയ്ഖ് ഹസീനയുടെ ഒരു റിലേറ്റീവ് ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യനോട് ഇപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ബംഗ്ലാദേശികൾ വിമർശിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമായ സെന്റ് മാർട്ടിൻ ഐലൻഡ് അറക്കൻ ആർമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഒരു കൺഫേം ആയ ന്യൂസ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വന്നിട്ടില്ല, അല്ലെങ്കിൽ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് ഒന്നും വന്നിട്ടില്ല. ബംഗ്ലാദേശ് സൈഡിനോ അറക്കൻ ആർമി സൈഡിനോ ഇത് ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു കാര്യം ബംഗ്ലാദേശിനെ കുറിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് പിച്ചെടുത്ത് കുറെ ടൺ അരി നമ്മുടെ ഇന്ന് വാങ്ങി. ഇന്ത്യ പാടില്ല, ഇന്ത്യ കൊള്ളൂല, ഇന്ത്യക്കെതിരെ ഞങ്ങൾ പോവുകയാണ്, ഡൽഹി വരെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കഴിവില്ലാത്ത ഈ പൊട്ടന്മാരെന്നെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പിച്ചെടുത്ത് കുറെ അരി വാങ്ങിയിരിക്കുന്നത്. എന്നാൽ അരി വാങ്ങിയിട്ടെങ്കിലും ഇവരുടെ അഹങ്കാരം തീരുമെന്ന് ചോദിച്ചാൽ അതുമില്ല, വീണ്ടും ഇന്ത്യക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അയ്യോ ചേട്ടാ ഒരു 22,000 ടൺ അരിയും കൂടെ തരണമെന്ന്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ ഇതിനൊരു ഡിസിഷൻ എടുത്തിട്ടുള്ള, ഒബ്വിയസ്ലി കൊടുക്കാനാണ് ചാൻസ്. ഇപ്പോൾ നമുക്ക് പ്രധാന ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഷെയ്ഖ് ഹസീന അവിടുന്ന് എടുത്തു കളഞ്ഞപ്പോൾ, ഷെയ്ഖ് ഹസീന എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയി കഴിഞ്ഞാലും അവിടെയുള്ള ആർമി ചീഫ് ആയിക്കോട്ടെ, ജഡ്ജ് ആയിക്കോട്ടെ, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന അതേ ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന അപ്പോയിന്റ്മെന്റ് ചെയ്ത ആൾക്കാരാണ് ഇന്നും അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ 31 ബംഗ്ലാദേശിൽ മൊത്തം വലിയൊരു പ്രൊട്ടസ്റ്റ് അവിടെ അറിയിച്ചത്. ഈ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത ആരാന്ന് വെച്ചാൽ ഈ മുഹമ്മദ് യൂനസും ഇതിന്റെ പിന്നിൽ കളിക്കുന്ന കുറെ ശക്തികളും തന്നെയാണ്, ഈ ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെ. അപ്പോൾ ഇവർ പറഞ്ഞത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശീസ് എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുന്നത്. പ്രൊട്ടസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കറന്റ് ജഡ്ജ് ആയിക്കോട്ടെ അതിനെയും എടുത്തു കളയണം, ആർമി ചീഫ്, അങ്ങനെയുള്ള പ്രധാന ടോപ്പ് പൊസിഷനിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം തന്നെ റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തു കളയണം. ഇപ്പോൾ പേരിനാണെങ്കിലും ബംഗ്ലാദേശ് ഒരു ഡെമോക്രസി രാജ്യമാണ്. കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് വരെ ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്ന സമയം വരെ ഒരു ഡെമോക്രസി രീതി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെ പ്ലാനാന്ന് വെച്ചാൽ മുഹമ്മദ് യൂനസ് ആണ്. മുഹമ്മദ് യൂനസ് അവിടെ എലക്ട് ചെയ്യപ്പെട്ട ഒരു നേതാവല്ല, എവിടുന്നോ ഒന്ന് കെട്ടിയിറക്കിയ ഒരു പെപ്പറ്റാണ് അമേരിക്ക കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ അമേരിക്ക തന്നെ പ്ലാൻ ചെയ്തതിൽക്കാട്ടും ഇച്ചിരി കൂടെ വിയേർഡ് ആയിട്ടാണ് ബംഗ്ലാദേശിൽ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായ സൂചനയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ മുഹമ്മദ് യൂനസിന് തനിച്ചിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ മുഹമ്മദ് യൂനസിന്റെ അടുത്ത് എന്നാണ് ഇലക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ 2026 വരെ കുറെ പ്ലാനുകൾ ഉണ്ട് അത് ചെയ്തു തീർക്കാൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം തിരിച്ചു പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണമെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് സംഭവിക്കണം. അപ്പോൾ ഇതിനായിട്ടാണ് ഇവർ ഈ പാർട്ടി പോലെ ഒരു പ്രൊട്ടസ്റ്റ് പോലെ നടത്തിയത്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ പോലും ഇപ്പോൾ ബംഗ്ലാദേശി ആൾക്കാരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവരുടെ ഉള്ള ജോലിയെല്ലാം പോയി. കാരണം പരമാവധി ജോലികളെല്ലാം തന്നെ അവിടെ നിന്ന്, ഈ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ അവിടുന്ന് അടച്ചുപൂട്ടി ഇപ്പോൾ ഉത്തർപ്രദേശിലോട്ടാണ് വരുന്നത് എന്നാണ് സൂചന കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു റാലിയിൽ ലക്ഷക്കണക്കിന് പോയിട്ട് 1000 പേര് പോലും ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുകൊണ്ട് ഇതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇൻഡയറക്റ്റ് ആയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആർമി ചീഫിനെ ഒന്നും എടുത്തു കളയാൻ പറ്റില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ഒരു സമയത്താണ് ആർമി ചീഫ് ഒരു ഇമ്പോർട്ടന്റ് പ്രസ് മീറ്റ് നടത്തുന്നത്. പ്രസ് മീറ്റ് അല്ല, ഒരു ഇന്റർവ്യൂ പോലെ നടത്തുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആദ്യം ചൈനയെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ചൈന ഞങ്ങളുടെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് പാർട്ണറാണ്. അതുപോലെ തന്നെ ചൈനയ്ക്കും ഞങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് നമുക്ക് പറയാം, ചിക്കൻ നെക്കിനെ ചൈന ഇന്ത്യനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ
ചൈനയ്ക്ക് ബംഗ്ലാദേശിന് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ സ്ട്രാറ്റജി വെച്ച് ചൈന ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചൈന കുറേയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കും ഒരു നല്ലൊരു വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ചൈന ഞങ്ങളുടെ ക്ലോസസ്റ്റ് ആൻഡ് നിയറസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ന്യൂഡൽഹി ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. അതായത് ന്യൂഡൽഹി ബംഗ്ലാദേശിന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശും ന്യൂഡൽഹിയുമായിട്ട് നല്ല റിലേഷൻ ആണ് ഉള്ളത്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. അത് നശിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. കുറെ അധികം പുതിയ നേതാക്കളെല്ലാം തന്നെ ന്യൂഡൽഹിനെ കുറിച്ച് കുറെ വേണ്ടാത്ത പ്രചരണങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് പടർത്തുന്നുണ്ട്. അതായത് ഈ മുഹമ്മദ് യൂനിസിനെയാണ് ഇൻഡയറക്റ്റ് ആയി പറയുന്നത്. അതായത് ഈ ന്യൂഡൽഹി നമ്മളെ ഡോമിനൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പടർത്തുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂഡൽഹി നമ്മളെ ഡോമിനൻസ് ചെയ്യല, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ന്യൂഡൽഹി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഡാക്കയിൽ നിന്ന് ഒരു നീക്കവും ന്യൂഡൽഹിക്കെതിരെ ഒരു നീക്കവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നു, അതായത് ബംഗ്ലാദേശ് ആർമി ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാൻ വരില്ല എന്ന്. അതായത് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് നല്ല വ്യക്തത അവിടുത്തെ ആർമി ചീഫിനെങ്ങാനും ഉണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു വിഷയമാണ്. അപ്പോൾ അത് മാത്രമല്ല, തിരിച്ചും അങ്ങനെ തന്നെ ആകണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരരുത്. കാരണം നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ പോലും ശക്തിയില്ല. അറക്കൻ ആർമീന്റെ അടുത്ത് വരെ ഞങ്ങൾ തോറ്റതാണ്. അതുകൊണ്ട് തന്നെ അതായത് ന്യൂഡൽഹിയും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് പല കാര്യങ്ങൾ, അതായത് മെഡിക്കൽ തരത്തിൽ ഞങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ജോബ്സ്, അങ്ങനെ പല കാര്യത്തിലും ഞങ്ങൾ ഇന്ത്യനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഒരു കാലത്തും നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെയുള്ള ബംഗ്ലാദേശികൾക്ക് ചൊറിഞ്ഞു. ഇനി മൂന്നാമത്തത് ഇദ്ദേഹം യുനെസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കടമ എന്ന് പറയുന്നത് യുനെസിനെയും ടീമിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വിചിത്രമായാണ് ഒരു രാജ്യത്ത് കാണുന്നത്. അതായത് ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു ഭരണാധികാരിനെ എടുത്തു കളയാന്ന് വെച്ചാൽ അവിടെ എന്താ വരിക, മിലിറ്ററി ഭരണമാണ് ഏറ്റെടുക്കുന്നത്. പക്ഷെ ഇവിടെ മിലിറ്ററി ഭരണമല്ല, എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന കുറെ ആൾക്കാരെ അവിടെയുള്ള, അതായത് മുന്നിൽ നിന്ന് 2-3 സ്റ്റുഡൻസിനെയും വിളിച്ചുകൊണ്ടാണ് അവിടെ അതായത് ഗവൺമെന്റ് നടത്തുന്നത്. ഈ ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതുമില്ല. IMFന്റെ അടുത്ത് പോയി പിച്ചെടുക്കുക, ഇന്ത്യന്റെ അടുത്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞ് പിച്ചെടുക്കുക. ഈ പിച്ചെടുക്കുന്നതും ഈ പിച്ച കൊടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇവർ തിരിച്ചു കടിക്കുകയുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായി ഇപ്പോൾ ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഇന്റർവ്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ആർമി ചീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അവിടെ മുഹമ്മദ് യൂനിസും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആർമി ചീഫിനെ എടുത്തു കളഞ്ഞുകൊണ്ട് അവരുടെ ആരെയും ആർമി ചീഫിലോട്ട് കൊണ്ടുവരണം. ജഡ്ജ് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും അവരുടെ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതിനൊരു കൃത്യമായ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ എന്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്, അതായത് ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ഒപ്പം നിൽക്കും, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെയും നിൽക്കും എന്നാണ് ആർമി ചീഫ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗവൺമെന്റിനെതിരെ തന്നെ നീങ്ങാനും ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു സിഗ്നലും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചൈനയും അതുപോലെ തന്നെ ഇന്ത്യനെയും ഞങ്ങൾ എതിർത്ത് നിൽക്കാനും ഞങ്ങൾ റെഡിയല്ല. അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും എതിരെ യുദ്ധം ചെയ്യാനോ, അതായത് ചൈനയുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ബംഗ്ലാദേശ് ആർമി റെഡിയല്ല എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജും കൂടെ ഇതിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.